നമസ്കാരം. സൗഖ്യത്തിൻ്റെ പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. മാറി വരുന്ന നമ്മുടെ ജീവിത രീതികൾ പുതിയ ജീവിത ശൈലീ രോഗങ്ങൾക്ക് തന്നെ കാരണമാകുന്നു. പ്രമേഹം, രക്തസമ്മർദ്ദം, കൂടിയ കൊളസ്ട്രോൾ, ഇതൊക്കെ ഇതിൻ്റെ പരിണിത ഫലങ്ങളാണ്. എന്നിരുന്നാൽ തന്നെയും പ്രമേഹം എടുക്കുമ്പോൾ ലോകത്തിലെ തന്നെ ക്യാപിറ്റലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇന്ത്യ എടുക്കാം. എന്നാൽ ഇത്തരം പ്രമേഹം കണ്ടുപിടിച്ചിട്ടും ചികിത്സിക്കാത്ത എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് സൗഖ്യം ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയമാണ്: പ്രമേഹം, മിഥ്യകളും യഥാർത്ഥ ധാരണകളും. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് കോഴിക്കോട് ചേളന്നൂർ ജനറൽ ഹോസ്പിറ്റൽ ആൻഡ് ഡയബറ്റിക് കെയർ സെൻ്ററിൻ്റെ ഡയറക്ടറും പ്രശസ്ത ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ സുഷമ അനിലാണ്. വളരെ സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ സൗഖ്യത്തിലേക്ക്. ഡോക്ടറെ, പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഏകദേശം 35 വർഷങ്ങൾ കഴിയുന്നു. അന്നത്തെ അപേക്ഷിച്ച് ഇന്ന് ഡയബറ്റിക് രോഗികളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട്. അപ്പം അതിന് ശരിക്കും നമ്മൾക്ക് 2 കാരണങ്ങൾ പറയാം. ഒന്ന്, നമ്മളുടെ ജീവിതശൈലി മാറി. കാരണം പണ്ടൊക്കെ നാച്ചുറൽ ഫുഡും, അതായത് നമ്മൾക്ക് പ്രകൃതിദത്തമായ സാധനങ്ങളിൽ നിന്ന് കിട്ടുന്ന സംഗതികൾ കൊണ്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. ഹോം മെയ്ഡ് ഫുഡുകളായിരുന്നു പലപ്പോഴും കഴിച്ചിരുന്നത്. പക്ഷേ ഇപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ് യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ആർട്ടിഫിഷ്യൽ കളർ ഉണ്ടാവും, ആർട്ടിഫിഷ്യൽ എന്താ പറയുക, പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പച്ചക്കറികൾ പോലും, പച്ചക്കറികളായാലും നോൺ വെജ് ആയാലും അതിൽ പല വിധത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെ വിഷലിപ്തമാണ്. അത് കൂടാതെ ജീവിതശൈലിയെ മാറി. ഇപ്പം ഒരു വ്യായാമം ഇല്ല. നമ്മൾക്ക് റുട്ടീനായിട്ടുള്ള വ്യായാമങ്ങൾ പോലും ഇല്ല. സ്കൂളിൽ പോവുകയും കോളേജിൽ പോവുകയും ചെയ്തിരുന്ന ആളുകൾ കുറച്ച് ദൂരെങ്കിലും നടക്കുമായിരുന്നു. ചിലർ വളരെ ദൂരം നടക്കുമായിരുന്നു. ജോലി ചെയ്യാത്ത വീട്ടമ്മമാർ പോലും പറമ്പിൻ്റെ വീട്ടിൽ തന്നെ കുറച്ച് ദൂരമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പം ജോലി ചെയ്യുന്ന വീട്ടമ്മമാരുടെ എണ്ണം കൂടി. തിരിച്ചു വരുമ്പോൾ കുക്ക് ചെയ്യാൻ വയ്യ, അപ്പോൾ ഉടനെ സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്നു. അല്ലേ? വാസ്തവങ്ങളാണ്. ഒന്ന് അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ ഒന്നും വേണ്ട. അപ്പം നമ്മളിപ്പം ഒരു പച്ചക്കറി വാങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ ഒന്നുകിൽ 2 വീലർ അല്ലെങ്കിൽ 4 വീലർ എടുത്തിട്ടേ പോവുള്ളൂ. അതിപ്പം വാക്കബിൾ ഡിസ്റ്റൻസ് ആണെങ്കിലും, കുട്ടികളാണെങ്കിലും വീടിന് തൊട്ട് മുന്നിൽ നിന്ന് സ്കൂൾ ബസ്സിൽ കയറുന്നു, അല്ലെങ്കിൽ വീട്ടിലെ വണ്ടി കൊണ്ടുവിടുന്നു. അതെ. ഇപ്പം കുട്ടികളോട് അങ്ങോട്ട് പറയേണ്ട കാര്യമായി, ഒന്ന് കളിക്കടാ കുറച്ച് സമയമെങ്കിലും, അല്ലേ? മുമ്പാണെങ്കിൽ കളിക്കാൻ പോയിട്ട് തിരിച്ചു കയറാത്ത കുട്ടികളുടെ എണ്ണമായിരുന്നു കൂടുതൽ. ഇപ്പം അതില്ല. പിന്നെ പഠിക്കാൻ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും TV കാണുന്ന സമയത്താണെങ്കിൽ ഇരിപ്പും ഇരുന്നു കൊണ്ട് കഴിക്കലുമാണ്. അതെ, ഔട്ട്ഡോർ ഗെയിംസും കുറഞ്ഞു. കാരണം കുട്ടികൾ ഈ മൊബൈലിനും ലാപ്പിനും TV-ക്കും ഒക്കെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ ഔട്ട്ഡോർ ഗെയിംസും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. കൈകൊണ്ടുള്ള ഗെയിംസ് മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ വ്യായാമം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു വശം എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് ഡയബറ്റീസ് കൂടിയിട്ടുണ്ട്, പ്രമേഹ രോഗങ്ങൾ കൂടിയിട്ടുണ്ട്. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ്, ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും അസുഖം വരുമ്പോൾ, ഒരാൾക്ക് തലകറക്കം തോന്നുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തോന്നുക ഒക്കെ ചെയ്യുമ്പോഴേ നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പം മിക്ക ആൾക്കാർക്കും ഇതിൻ്റെ ഇപ്പം ഗൂഗിളുണ്ട്, മാതാപിതാ ഗൂഗിൾ ദൈവം എന്നല്ലേ പറയുക. അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കും, കുറേ സിംറ്റംസ് എന്തെങ്കിലും കാണുമ്പം അപ്പോൾ അവരെന്നെ പോയി ടെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അത് റുട്ടീനായിട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടി. അതെ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കൂടിയതോടുകൂടി ഇതിൻ്റെ ഡിറ്റക്ഷനും, പ്രമേഹ രോഗികളുടെ ഡിറ്റക്ഷനും കുറച്ച് കൂടിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇന്ത്യ ശരിക്കും ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ആണ്. ആ ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗിയുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 8% ആണ് ഡയബറ്റീസ് പേഷ്യൻസ് എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിൽ it's approximately 20% of the population. പക്ഷെ അങ്ങനെയാണെങ്കിൽ മാഡം, നമ്മൾ പഴയ തലമുറ എടുക്കുകയാണെങ്കിൽ ഈ അരിയും
കപ്പയും കൂടുതൽ കഴിക്കുന്നൊരു പോപ്പുലേഷനാണ് മലയാളികൾ. അതേ തലമുറ 1, 2, 3 തലമുറ ഇപ്പുറം വന്നപ്പോഴും നമ്മുടെ ജീൻസിൽ അതിൻ്റെ ഭാഗം കിടക്കുന്നതാണോ? അത് നമ്മുടെ ആഹാര രീതി. അന്റാർട്ടിക്കയിൽ ചെന്നാലും അമേരിക്കയിൽ ചെന്നാലും നമ്മൾ മാറില്ല, നമുക്ക് വീണ്ടും ഈ ചോറും സാധനങ്ങളൊക്കെ വേണം. അതിനെന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ? അങ്ങനെ പറഞ്ഞുകൂടാ. പക്ഷെ ഇതിന് ഹെറിഡിറ്ററി ഒരു ഇതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഡയറ്റ്, ലൈഫ് സ്റ്റൈല്, ജീവിതശൈലി, ഈ 2 കൂടാതെ വരാവുന്ന ഒന്നാണ് ഹെറിഡിറ്ററി ആയിട്ട് അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് വരാം. അത് പ്രത്യേകിച്ച് അമ്മയ്ക്കുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ചാൻസ് കൂടുതലാണ്. ഇനി 2 പാരൻസിനും ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടെന്ന് പറഞ്ഞുകൂടാ, എന്നാലും ഒരു 70% ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം കൂടിയിട്ടൊരു എന്താ പറയുക, സംയോജിതമായിട്ടുള്ള ഒരു എഫക്റ്റാണ് ഇപ്പോഴത്തെ ലൈഫിൽ കാണുന്നത്. അല്ലാതെ നമ്മളുടെ അരിയെ മാത്രം കുറ്റം പറയാന്ന് ഞാൻ പറയില്ല. കുറെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ കാർബോഹൈഡ്രേറ്റ് വേണ്ട എന്നല്ല, പക്ഷേ അമിതമായ ഒരു, തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ഉത്സവ സമയങ്ങളിൽ, നമ്മുടെ ആഘോഷങ്ങളിലൊക്കെ പല പ്രാവശ്യം ചോറിട്ട് ഉണ്ണുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പഴയ തലമുറയ്ക്കുണ്ടായിരുന്നു. ആദ്യം നമ്മളൊന്ന് സാമ്പാറിട്ട് ഇളക്കുന്നു, പിന്നെ അതിനുശേഷം അടുത്തൊരു കൂന നമ്മൾ രസം കൊണ്ട് കഴിക്കുന്നു, അടുത്തൊരു കൂന നമ്മൾ പുളിശ്ശേരി വെച്ച് കഴിക്കുന്നു, അടുത്ത പച്ചമോര് വെച്ച് കഴിക്കുന്നു. അങ്ങനെ 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 പോകുമ്പോഴും അത്രയും കാർബ് ഇൻടേക്ക് അല്ലേ നമുക്ക് വരുന്നത്. ഇതാണോ യഥാർത്ഥത്തിൽ വില്ലൻ? അത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അതുപോലെ അധ്വാനിക്കുന്ന ജനവിഭാഗമായിരുന്നു. അവര് കഴിക്കുന്നത് ദഹിച്ചു പോവാൻ, ബേൺ ചെയ്തു പോകും. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ കഴിക്കുന്നത് നമ്മളുടെ ആവശ്യം കഴിഞ്ഞുള്ളത് അവിടെ കെട്ടിക്കിടക്കുകയാണ് നമ്മുടെ ബ്ലഡിൽ തന്നെ. അപ്പം നാച്ചുറലി ഇപ്പം ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, നോർമൽ പേഴ്സൺ ആണെങ്കിൽ ഇപ്പം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ട്. നമ്മളിപ്പം എത്ര കഴിച്ചാലും അതിനെ ദഹിപ്പിക്കാനുള്ള അളവിൽ, ഐ മീൻ ദഹിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഭക്ഷണവും ദഹിച്ചു കഴിഞ്ഞാൽ അത് നാച്ചുറലി അത് ഇനീഷ്യലി ആവുന്ന ഗ്ലൂക്കോസിലേക്കാണ് ബ്ലഡിൽ കലരുന്നത്. അപ്പം ഈ ബ്ലഡിലുള്ള എക്സ്ട്രാ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഊർജം ഉണ്ടാക്കാനുള്ള ഗ്ലൂക്കോസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ നമ്മൾ എന്താ പറയുക, ബോഡിയിൽ സ്റ്റോർ ചെയ്യും. നമ്മൾ പൈസ ജാസ്തി ഉണ്ടാകുമ്പം ബാങ്കിൽ SB ഇടുന്ന പോലെ, ആവശ്യത്തിന് എടുക്കാം എന്ന് കരുതി SB ഇടുന്ന പോലെ നമ്മളുടെ ബോഡിയിലെ ബാങ്കിങ് ഏജന്റാണ് ഇൻസുലിൻ. അപ്പോൾ ഇതെന്ത് ചെയ്യിച്ചാൽ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. പക്ഷേ ഈ ഡയബറ്റിക് പേഷ്യൻസിന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഇൻസുലിൻ അപര്യാപ്തമായിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല. അപ്പം നമ്മളിപ്പം ഒരു 10 ലഡ്ഡു കഴിച്ചാലും അല്ലെങ്കിൽ ഒരു 5 ഗ്ലാസ് പായസം കഴിച്ചാലും അതിനെ വേണ്ട വിധത്തിൽ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ കൺവേർട്ട് ചെയ്യാനുള്ള അത്രയും ഇൻസുലിൻ ബോഡി ഉണ്ടാക്കും. പക്ഷേ ഡയബറ്റിക് പേഷ്യൻസിന് അതിനനുസരിച്ച് ഉണ്ടാവില്ല. ഈവൻ നോർമൽ ഫുഡ് കഴിക്കുന്നത് തന്നെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാനുള്ള ഇൻസുലിൻ ഉണ്ടാവില്ല. അപ്പം അത് അപര്യാപ്തമാകുമ്പം അങ്ങനെയുള്ളവർക്ക് അത് നമ്മൾ ഗുളിക കൊടുത്തിട്ട് കുറച്ചും കൂടി ഉണ്ടാക്കാനും, അതുപോലെ തന്നെ അവരുടെ ഡയറ്ററി റെസ്ട്രിക്ഷനിലൂടെ കുറച്ചതിന് ഒരു കൺട്രോൾ കൊടുക്കാനും നമ്മൾ ശ്രമിക്കും. നേരെ മറിച്ച് തീരെ ഇൻസുലിൻ ഇല്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ തന്നെ വേണ്ടി വരും. ഞങ്ങളുടെ പ്രേക്ഷകരോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, ലൈക്ക് വാട്ട് ഈസ് ഡയബറ്റീസ്, എന്താണ് ആ സ്റ്റേജ് എന്നുള്ളത്? അതായത് നമ്മൾക്കിപ്പം പറയുകയാണെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവലിനെ കുറിച്ച്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവലുണ്ട്, ഭക്ഷണശേഷമുള്ള ബ്ലഡ് ഷുഗർ ലെവലുണ്ട്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ലെവൽ 100 ആണ്. അപ്പം അതുപോലെ തന്നെ ഭക്ഷണശേഷമുള്ള നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ 140 ആണ്. ഇത് അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ്റെ ഇതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ചിലർ പറയുന്നു ഇതൊക്കെ ഓരോ കാലം കൂടുമ്പോൾ ഇത് കുറച്ച് കൊണ്ടുവരികയാണ്. മുമ്പ് ഇത് 140 ആയിരുന്നു, പിന്നെ അത് 120 പിന്നെ അത് 100 ആക്കി ചുരുക്കി എന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ നമ്മൾ ഈ ഒരിക്കലും പഠനം നിൽക്കാത്തൊരു ഫീൽഡാണ് മെഡിസിൻ. അപ്പം കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുന്നു. ഇതിൽ തന്നെ ഇപ്പം ഈ 100 എന്ന് പറയുന്നത് ഫാസ്റ്റിങ് നമ്മളിപ്പം 100ൽ കൂടുതലായാൽ 100 to 125, അതായത് 126ൽ ചോടെയാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എങ്കിൽ അതിനെ പ്രീ ഡയബറ്റീസ് എന്നും, അതുപോലെ ഭക്ഷണശേഷമുള്ള ബ്ലഡ് ഷുഗർ 140 to 199, അതായത് 200ൽ ചോടെ, നോർമലിലും കൂടുതൽ 200ലും ചോടെ ഭക്ഷണശേഷം PPBS ബ്ലഡ് ഷുഗർ ആണെങ്കിൽ അതിനെ നമ്മൾ പ്രീ ഡയബറ്റീസ് എന്ന് പറയും. പക്ഷേ ഇത് എന്താ വെച്ചാൽ ഇനീഷ്യലി ഒരു മെഡിസിനും കഴിക്കാതെ നമ്മൾ ആദ്യം രോഗിയെ ടെസ്റ്റ് ചെയ്യുമ്പോൾ, രോഗി എന്നല്ല എനിക്ക് അവരെ ജനങ്ങളെന്ന് പറയാനാണ് കൂടുതൽ ഇഷ്ടം. ഇതൊരു രോഗാവസ്ഥയല്ല, ശരീരാവസ്ഥയാണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പം അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പം, ഇനീഷ്യലി ടെസ്റ്റ് ചെയ്യുമ്പം കാണുന്ന
ലെവല് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ രീതിയിൽ പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നത്. പക്ഷെ ഒരു ഗുളിക കഴിച്ചിട്ട്, അതായത് പ്രമേഹ രോഗത്തിനുള്ള ഗുളിക കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻസുലിൻ ചെയ്തിട്ടോ ഈ ലെവലിലേക്ക് വന്നാൽ അത് പ്രീ ഡയബറ്റിസ് അല്ല. കാരണം അത് മരുന്ന് കഴിച്ചുകൊണ്ട് ചെയ്യുന്ന വാല്യൂ ആണ്, കൺട്രോൾ ചെയ്യുന്നതാണ്. പ്രീ ഡയബറ്റിക് ആൾക്കാർ കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും ഡയബറ്റോളജിസ്റ്റ് പറയുന്നത് കേൾക്കാം. കാരണം അവിടെയാണോ നമുക്കിതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും. അതായത് ഈ പ്രീ ഡയബറ്റിക് ലെവലിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതശൈലിയും ഭക്ഷണ രീതികളും കുറച്ചൊന്ന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് മെഡിസിൻ ഇല്ലാതെ തന്നെ കുറേ വർഷങ്ങളിലേക്ക് നമ്മൾക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഡൗട്ടുള്ള നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ. അല്ല, അത് എന്താ വെച്ചാൽ പ്രീ ഡയബറ്റിക് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡയബറ്റിക് ആണെങ്കിലും പ്രീ ഡയബറ്റിക് ആണെങ്കിലും മിനിമം മന്ത്ലി വൺസ് നമ്മൾ പോയിട്ട് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം. അത് ഗ്ലൂക്കോമീറ്ററിൽ ചെക്ക് ചെയ്യുന്നത് നമ്മൾ കാപ്പിലറി ബ്ലഡാണ്. അത് നമ്മൾക്ക് ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ ഒരു ലെവൽ അറിയാൻ മാത്രമാണ്. പക്ഷേ മാസത്തിലൊരിക്കൽ വെയിനിൽ നിന്നും ബ്ലഡ് എടുത്തിട്ട് ലാബുകളിൽ ടെസ്റ്റ് ചെയ്യുക തന്നെ വേണം. ആൻഡ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഈ HbA1c ആണോ കുറച്ചും കൂടെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന വാല്യൂ? HbA1c കഴിഞ്ഞ 3 മാസത്തെ പ്രീവിയസ് 3 മന്ത്സിലെ ശരാശരി ബ്ലഡ് ഷുഗർ ലെവലിനെ കാണിക്കുന്നത്. നമ്മളിപ്പം ഈ ഫാസ്റ്റിംഗ് ആണെങ്കിലും പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, അതായത് ഭക്ഷണശേഷമുള്ള ബ്ലഡ് ഷുഗർ ആണെങ്കിലും നമ്മൾ അപ്പം കഴിച്ച ഭക്ഷണം അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മുന്നേ കഴിച്ച ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ ബോഡി ആക്ടിവിറ്റീസ് ഇതിനൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പം ഈവൻ 10 മിനിറ്റിൽ തന്നെ വ്യത്യാസം വരാം, 5-10 മിനിറ്റിൽ തന്നെ വ്യത്യാസം വരാം. സുഷ്മ ഡോക്ടറെ പോലത്തെ ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടത് ഇതിനെ എങ്ങനെ നമുക്കൊന്ന് പ്രതിരോധിച്ച് നിർത്താം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കൂടെ കൊണ്ടു കിടക്കാം, എങ്ങനെ കുറച്ച് കാലം പ്രയാസങ്ങളില്ലാതിരിക്കാം. അപ്പോൾ നമുക്കിത് നേരത്തെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച ആ പായസത്തിൽ നിന്നൊക്കെ നമുക്ക് വീണ്ടും തുടങ്ങാം. ഡയറ്റിനെ കുറിച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രീ ഡയബറ്റീസ് ജനകീയ ഡോക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. പ്രീ ഡയബറ്റീസ് ആൻഡ് ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പം എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ജീവിക്കുമ്പം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്, ആഗ്രഹമാണ്. അവന് നല്ല ഫുഡ് കണ്ടാൽ കഴിക്കാൻ തോന്നും. അപ്പോൾ അതുകൊണ്ടൊരു എന്താ പറയുക, അത്രയും വലിയൊരു റെസ്ട്രിക്ഷനുള്ള ഡയറ്റല്ല ഞാൻ എൻ്റെ ആൾക്കാർക്ക്, എൻ്റെ എന്താ പറയുക, രോഗികളെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മനസ്സിന് വിഷമമാണ്, എന്നാലും പറയട്ടെ, എൻ്റെ പേഷ്യൻസിന് ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഡയറ്റല്ല പറഞ്ഞു കൊടുക്കുക. പക്ഷേ അവരുടെ ഹൈറ്റിനും വെയ്റ്റിനും ആനുപാതികമായിട്ട്, അതായത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, ഹൈറ്റും വെയ്റ്റും വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡി മാസ് ഇൻഡെക്സ് ഉണ്ട്. അതിന് ആനുപാതികമായിട്ട് പിന്നെ അവരുടെ ഏജ്, അവരുടെ ഷുഗർ ലെവല്, പിന്നെ അവരുടെ ജോലി, സെഡൻറ്ററി വർക്കറാണോ അതോ കായികാധ്വാനം ചെയ്യുന്നവരാണ്, അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഫുഡ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അന്നജം ഓവറായിട്ട്, അതായത് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. അപ്പം നിറവയറ് കഴിക്കരുത്, അരവയറ് മതി. അതൊന്ന് എളുപ്പം മനസ്സിലാവുന്ന, അല്ലാതെ നിങ്ങൾ ഇത്ര ഈവൻ എനിക്ക് ഇത്ര കപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡയറ്റ് ചാർട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ കപ്പ് കാണാനുള്ള ഇത് എൻ്റെ ടേബിളിൽ വെച്ചിട്ടുണ്ട്, എൻ്റെ കൺസൾട്ടേഷൻ ടേബിളിൽ. അപ്പോൾ ഇത് കാണിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പം അന്നജം കുറയ്ക്കാൻ പറയും. അപ്പോൾ പലരും പറയും ഞങ്ങൾക്ക് ഇപ്പം അതുപോലെ തന്നെ രാത്രിയിൽ കഴിയുന്നതും ഗോതമ്പോ ഓട്സോ മതിയെന്ന്. ചില സ്റ്റഡീസ് പറയുന്നു ഇറ്റ്സ് സെയിം, അരിയാണെങ്കിലും അല്ല, അവിടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് ഫൈബർ കണ്ടന്റ്. അതിൽ ഈ നാരുവർഗ്ഗങ്ങൾ കൂടുതലുള്ളതാണ്, ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണമാണ് ഗോതമ്പും ഓട്സും ഒക്കെ. ഞാൻ ഭക്ഷണത്തിൽ ഷുഗർ പോലെ തന്നെ അവോയ്ഡ് ചെയ്യാൻ പറയുന്ന 4 കാര്യങ്ങളുണ്ട് പേഷ്യൻസിൻ്റെ അടുത്ത്. ഒന്ന് മൈദ, പിന്നെ മൈദയുടെ എല്ലാ ഫോംസും, മൈദയുടെ പഫ്സ്, പൊറോട്ട നമ്മളുടെ കേരളീയർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണല്ലോ. അപ്പം അങ്ങനെയുള്ള മൈദയുടെ ഒരു ഐറ്റം വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഇത് പൊടിയുള്ള കിഴങ്ങുകളിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. അതായത് കപ്പ, ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, കാച്ചില്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്. ചേന കഴിക്കാൻ, അതാണ് ഇതിൽ ഡയറ്റിൻ്റെ കാര്യത്തിൽ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പൊടിയുള്ള കിഴങ്ങുകൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം നിങ്ങൾ പൊടിയുള്ള കിഴങ്ങ് കഴിച്ചിട്ട് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ, ബ്ലഡ് ഷുഗർ നോക്കിയാൽ ആ ഡിഫറൻസ് മനസ്സിലാവും അവരുടെ അടുത്ത്. പിന്നെ ഞാൻ പറയാറുള്ളത്, നിങ്ങൾ വെജിറ്റബിൾസ് ധാരാളം ഇൻക്ലൂഡ് ചെയ്യുക.
ആൻഡ് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും, ഇതിനെ 3ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. അതായത് ഇഷ്ടം പോലെ കഴിക്കാം, മിതമായ തോതിൽ കഴിക്കാം, തീരെ പാടില്ല, അങ്ങനെ 3 വിധത്തിലാണ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇഷ്ടം പോലെ കഴിക്കാവുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളമുള്ള, ഞാൻ പറഞ്ഞല്ലോ പബ്ലിക്കിന് എളുപ്പം മനസ്സിലാവുന്ന ഭാഷയാണ് നല്ലത്. അപ്പം വെള്ളമുള്ള പച്ചക്കറികൾ ലൈക്ക് നമ്മൾ കക്കിരി, വെള്ളരി, ഇളവൻ, പിന്നെ പടവലം, ചൊരങ്ങ, പച്ചപ്പപ്പായ, ഇങ്ങനെയുള്ളത് കറിയായിട്ടോ ഉപ്പേരിയായിട്ടോ ഒക്കെ അത് ഇഷ്ടം പോലെ കഴിക്കാം. അതുപോലെ തന്നെ ഈ വാഴയുടെ കായ കുറച്ച് കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഉണ്ടാവും. അതിൽ മറ്റുള്ള സാധനങ്ങൾ വാഴക്കൂമ്പ്, അതായത് വാഴയ്ക്കത്തോട്, ഉണ്ണിക്കാമ്പ്, ഉണ്ണിപ്പിണ്ടി, ഇത് 3ഉം ഇഷ്ടം പോലെ കഴിക്കാവുന്നതാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾക്ക് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് കയ്പ, മുരിങ്ങ, പിന്നെ ഉള്ളി, ഇലക്കറികൾ, ഇതൊക്കെ ഇഷ്ടം പോലെ. ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കുഴപ്പമില്ല. നമ്മൾ കുറച്ച് മുമ്പ് ഒരു ആഹാര രീതിയെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞല്ലോ. അപ്പം വിദേശ പല ആഹാര രീതികളും നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. കൂടുതലായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഓയിലായി കൂടുതലുള്ള സാധനങ്ങൾ, ചിക്കനൊക്കെ അതേപോലെ തന്നെ എടുക്കുന്ന സംഭവങ്ങൾ. ഇത്തരം ഫുഡ് എങ്ങനെയാണ് നമ്മുടെ ഈ ജീവിതശൈലി രോഗത്തിന് കാരണമായത്? ഒന്നാമത് എന്താ വെച്ചാൽ ഈ ചിക്കനിലും അങ്ങനെയുള്ള ഐറ്റംസിൽ, നോൺ വെജിനെ കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങുന്നതേ ഉള്ളായിരുന്നു. ഞാൻ പറയാം. ഇപ്പം മത്സ്യം ശരിക്കും നല്ലതാണ്, മത്സ്യം കഴിച്ചോളാനാണ് ഞാൻ പറയല്. പക്ഷെ അതിനും നമ്മൾ ഈ പറഞ്ഞ പോലെ മൂക്കറ്റം കഴിക്കരുത്. അപ്പം അത് കറി വെച്ചേ കഴിക്കാവുള്ളൂ. അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മത്സ്യത്തിൽ നല്ല കൊളസ്ട്രോളാണുള്ളത്. അപ്പോൾ ഇതിൽ ചീത്ത കൊളസ്ട്രോളാവും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ചിക്കൻ അതെ അതെ. പിന്നെ ഈ പറഞ്ഞ ചിക്കൻ, മട്ടൺ, ബീഫ്, ഇതിലൊക്കെ തന്നെ കൊഴുപ്പ് കൂടുതലാണ്. അപ്പം ഇതൊക്കെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കൊഴുപ്പൊക്കെ ആദ്യം ഷുഗറായിട്ടാണ് കൺവേർട്ടഡ് ആവുന്നത്. അപ്പം എന്താ വെച്ചാൽ നമ്മളുടെ ഷുഗർ ലെവൽ അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്തൊക്കെ പഴങ്ങൾ കഴിക്കാം? അതും പറഞ്ഞ പോലെ എളുപ്പത്തിൽ അറിയാനുള്ള ഭാഷയിൽ പറയുകയാണെങ്കിൽ മധുരം കുറഞ്ഞ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കാം. ഫോർ എക്സാമ്പിൾ അതിൽ കോമൺ ആയിട്ട് വരിക ഏതൊക്കെയാ വെച്ചാൽ ഓറഞ്ച്, മൂസമ്പി, പിന്നെ ചെറിയ ആപ്പിള്, സബർ ജെല്ലി, പേരയ്ക്ക, ഉറുമാമ്പഴം പറഞ്ഞാൽ നമ്മളുടെ മാതള നാരങ്ങ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ. ഇവിടെ കോഴിക്കോടുകാർക്ക് ഉറുമാമ്പഴമാണത്. അപ്പം അങ്ങനെയുള്ള ഫ്രൂട്ട്സാണ് അതിൽ ശരിക്കും കോമൺ ആയി വരിക. പക്ഷേ ഞാൻ അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എത്ര നേരം എന്നോട് ചോദിച്ചില്ലേ, ഡോക്ടർക്ക് മാമ്പഴക്കാലത്ത് മാമ്പഴത്തിൻ്റെ മണം കേട്ടിട്ട് കഴിക്കരുതെന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല, ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ പേഷ്യൻസിനോട് അത്രയും കാര്യങ്ങളിൽ ഞാൻ പറയാറുള്ളത്, നല്ലോണം പഴുക്കുന്നതിന് മുമ്പ്, അതായത് നല്ല മധുരം വരുന്നതിന് മുമ്പ് ഒരു നോർമൽ സൈസ് മാങ്ങ കഴിക്കാം. പിന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ എനിക്ക് നമ്മളുടെ നാട്ടിൽ കൂടുതലായിട്ട്, പ്രത്യേകിച്ചും കേരളത്തിൽ ഇത്രയും കൂടുതലായിട്ട് ഷുഗർ കണ്ടുവരുന്നതിൻ്റെ, പ്രമേഹ രോഗം കണ്ടുവരുന്നതിന് എനിക്ക് എൻ്റെ ജനങ്ങളോട്, പബ്ലിക്കിനോട് പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഭക്ഷണം കഴിയുന്നതും പണ്ടത്തെ ഇതിലേക്ക് പോവുക. പണ്ടുള്ള പോലത്തെ നാടൻ ഫുഡ്, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. മിതമായ തോതിലെങ്കിലും ഒരു ദിവസം വ്യായാമം ചെയ്യുക പറഞ്ഞാൽ മിക്കവരും നടക്കാൻ പോകും. പക്ഷേ നടക്കാൻ പോകുന്നവർ എങ്ങനെയാ വെച്ചാൽ വളരെ ലേഷർലി സംസാരിച്ച് വേർക്കാതെ പോവുക. പക്ഷെ നിങ്ങൾ നടക്കുക, അതെ അതെ, നിങ്ങൾ നടക്കുക പറയുമ്പം വേർക്കണം, കിതയ്ക്കണം, നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിലുള്ള എനർജി അതിൽ പോയി പോവുള്ളൂ. വീട്ടിൽ തന്നെയുള്ള എക്സസൈസസ് നല്ലതല്ലേ? ഓ തീർച്ചയായിട്ടും. നമ്മൾക്ക് ഒരുപാട് കാർഡിയാക് എക്സസൈസ് ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇഷ്ടം പോലെ കാണാം. അങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യാം. ഇനി ചിലർ വീട്ടിൽ ട്രെഡ്മില്ല് വാങ്ങി വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്, അത് നമ്മൾക്ക് ഓവർ വെയിറ്റ് ആവുമ്പോഴാണ്. അപ്പം ഓവർ വെയിറ്റ് ആകുമ്പോൾ നമ്മൾ ആദ്യം നോർമലി നടന്ന് നമ്മളുടെ വെയിറ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്ത് പിന്നീട് ട്രെഡ്മില്ല് യൂസ് ചെയ്യാം. അപ്പം പാക്കേജസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ടല്ലോ. ഇത്ര ദിവസത്തിനുള്ളിൽ തടി കുറയ്ക്കാം, ഇത്ര ദിവസം ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാലത്തിനുള്ളിൽ അത് കണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് അത് ഫോളോ ചെയ്യാൻ പറ്റാതിരിക്കുകയും അവർ തരുന്ന പൊടികളൊക്കെ കഴിക്കും, അതിനകത്തൊക്കെ എത്രത്തോളം മറ്റു കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് അറിയാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഇപ്പോൾ ഇന്ന് വരെ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാനുള്ള മെഡിസിൻ നമ്മളുടെ ഇവിടെ എവിടെയും എത്തിയിട്ടില്ല. അതിൻ്റെ റിസർച്ചസ്, അതാണ് വാസ്തവം. റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മറ്റു പല ശാഖകളിലും എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
പലരും ഇന്ന പൊടി കഴിച്ചാൽ അല്ലെങ്കിൽ ഇന്ന മെഡിസിൻ കഴിച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് റിവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മെഡിസിൻ ഇല്ലാതെ നോർമൽ ലൈഫിലേക്ക് പോവാമെന്ന് പറയുന്നുണ്ട്. അത് തെറ്റായ ധാരണയാണ്. പക്ഷേ അതിൻ്റെ റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്യൂച്ചറിൽ കണ്ടുപിടിക്കുകയായിരിക്കും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഡയറ്റ് റെസ്ട്രിക്ഷനും ജീവിതശൈലിയും കൊണ്ട് നമ്മളുടെ ഷുഗറിൻ്റെ മെഡിസിൻ്റെ അളവ് ഒരു പരിധി വരെ കുറയ്ക്കാൻ, കംപ്ലീറ്റ് ആയിട്ടല്ല കുറയ്ക്കാൻ പറ്റും. ഡോക്ടർ, നമ്മൾ ആ വിഷയത്തോട് ഒന്നും കൂടെ നീതി പുലർത്തുമ്പം ഡയബറ്റീസ് റിലേറ്റഡ് മിത്സിനെ കുറിച്ചൊന്ന് സൂചിപ്പിക്കണം നമ്മൾ പറഞ്ഞിരുന്നു. അതും കൂടെ ഒന്ന് സൂചിപ്പിക്കാമോ? അത് എന്താ വെച്ചാൽ സ്ഥിരമായിട്ടുള്ളൊരു ചിന്താഗതിയുണ്ട്. നമ്മൾ ഷുഗറിന് ഗുളിക കഴിച്ചാൽ, പ്രമേഹ രോഗത്തിന് ഗുളിക കഴിച്ചാൽ ഷുഗർ നോർമലാവും. ഷുഗർ നോർമലായി കഴിഞ്ഞാൽ ഒരു മിക്ക പേഷ്യൻസിനും, ഈവൻ ചില ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു മിഥ്യാധാരണയുണ്ട്. നമ്മൾ ഷുഗർ നോർമലായി കഴിഞ്ഞാൽ ഒന്നുകിൽ ഗുളികയുടെ അളവ് കുറയ്ക്കാം, അല്ലെങ്കിൽ ഗുളിക നിർത്താം എന്ന്. ഈവൻ ഇന്ന് പോലും എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരിക്കലും ശരിയല്ല. കാരണം പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കൽ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിൽ നമ്മൾക്ക് ഗുളികയില്ലാതെ ഭക്ഷണത്തിലും ജീവിതശൈലിയിലും നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മൾക്ക് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഗുളിക കഴിക്കുമ്പം ഇത് കൺട്രോൾഡ് ആവും. കൺട്രോൾഡ് ആവാനാണല്ലോ നമ്മൾ ഗുളിക കഴിക്കുന്നത്. കൺട്രോൾഡ് അല്ലെങ്കിൽ ഇത് ശരീരത്തിലെ മറ്റവയവങ്ങളായിട്ടുള്ള ഹാർട്ട്, കണ്ണ്, കിഡ്നി, ഞരമ്പ് ഇതിനെയൊക്കെ ബാധിച്ചിട്ട് അതിൻ്റെ അനന്തരഫലങ്ങൾ ഉണ്ടാക്കും. അതാണ് മനുഷ്യൻ്റെ ലൈഫ് എന്താ പറയുക, അവസാനം ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾക്ക് നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിനാണ് ഗുളിക കഴിക്കുന്നതും റെഗുലറായിട്ട് വൺസ് ഇൻ എ മന്ത് അറ്റ്ലീസ്റ്റ് ഡോക്ടറെ കാണണമെന്നും പറയുന്നത്. അപ്പം ഈ പറഞ്ഞ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സ്പ്രിങ് എടുക്കുക, സ്പ്രിങ്ങിന് മേലെ ഒരു വെയിറ്റ് വയ്ക്കുന്നു, സ്പ്രിങ് താഴും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഈ വെയിറ്റ് അവിടെ ഇരുന്നാൽ സ്പ്രിങ് കൂടുതൽ താണു പോകുന്ന? ഒരിക്കലും ഇല്ല. ഒന്നുകിൽ നമ്മൾ സ്പ്രിങ് മേലെ വെച്ച വെയിറ്റിൻ്റെ അളവ് കുറച്ചാൽ സ്പ്രിങ് പൊന്തും, വെയിറ്റിൻ്റെ അളവ് കൂട്ടിയാൽ സ്പ്രിങ് കൂടുതൽ താഴും. അപ്പോൾ ആ ലെവലിൽ ഇരിക്കുന്നിടത്തോളം നമ്മൾക്കിപ്പോൾ സപ്പോസ് സ്പ്രിങ് ഈ ലെവലിലാണ് നിൽക്കേണ്ടതെങ്കിൽ ആ ലെവലിലേക്ക് ആവുന്ന വെയിറ്റ് വെച്ചാൽ അത് ത്രൂ ഔട്ട് അതിലിരുന്നാലേ ആ ലെവലിൽ നിൽക്കുള്ളൂ. അതുപോലെ തന്നെയാണ് പ്രമേഹ രോഗത്തിൻ്റെ മെഡിസിനും. ഇൻസുലിൻ വളരെ അപൂർവം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഏറ്റക്കുറച്ചിലുകൾ വരുത്താം. പക്ഷേ ഗുളിക കഴിക്കുന്നവർ ഒരിക്കലും നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസ് കൂടാതെ ഗുളിക നിർത്തരുത്, ഗുളിക കുറയ്ക്കരുത്. ഗുളിക കുറയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ ചില അപൂർവം സന്ദർഭങ്ങളിൽ ഒഴിച്ച് ഇതിൻ്റെ അളവ് കുറയ്ക്കാനോ ഗുളിക നിർത്താൻ എന്തായാലും പറ്റില്ല. അളവ് കുറയ്ക്കുന്നത് തന്നെ ചില അപൂർവം സന്ദർഭങ്ങളിലേ പറ്റാറുള്ളൂ. അപ്പം അതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഒരു കാരണവശാലും ഗുളിക നിർത്തരുത്. എന്തായാലും ഡയബറ്റീസിനെ കുറിച്ചുള്ള ഇത്രയും വിശദമായൊരു ചർച്ച ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടു. പീഡിയാട്രിക്സിലും ഫാമിലി മെഡിസിനിലും ഒപ്പം തന്നെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഡയബറ്റോളജിസ്റ്റ്. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ചേളന്നൂരിൻ്റെ ജനകീയ ഡോക്ടർ ഇനിയും ഒരുപാട് പേർക്ക് ആശ്വാസം പകരുവാനും ഒരുപാട് പേരെ മധുരമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഡോക്ടർക്ക് സാധിക്കട്ടെ എന്ന് സൗഖ്യം ടീം ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു. പ്രമേഹം എന്നത് ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയാണ്, ഒരു ജീവിത ശൈലീ രോഗമാണ്. രോഗം മാറുന്നത് എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി മാറുമ്പോഴാണ്. മധുരം കുറയ്ക്കുകയല്ല, മറിച്ച് നമ്മുടെ ഒരു പഴയ തലമുറ ചെയ്തതുപോലെ പരസ്പരം കരുതിയും സ്നേഹിച്ചും കൂടുതൽ മറ്റുള്ളവരെ വാത്സല്യത്തോടെ കണ്ടും ഒക്കെ നമുക്ക് വീണ്ടും ചുറ്റുമുള്ളവർക്ക് മധുരം പകരാം. അങ്ങനെ മധുരമുള്ള ജീവിതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇനിയും കണ്ടുമുട്ടാം നമുക്ക് വീണ്ടും. ടിൽ ദെൻ, ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു.